ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് സ്വിംഗ് ട്രേഡിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിനെ കുറിച്ചിട്ടാണ്. ഞാനൊരു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്കും ഫ്രീ ആയിട്ടുള്ള വെബ്സൈറ്റാണ്, അത് നിങ്ങൾക്കും യൂസ് ചെയ്യാം. അതുവഴി നിങ്ങൾക്കും സ്റ്റോക്കിൻ്റെ സെലക്ഷൻ നടത്താൻ വേണ്ടി പറ്റും. വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, ഞാൻ ഡയറക്റ്റ് ആയിട്ട് ആ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് അതിൽ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. ഞാൻ നല്ല നല്ല സ്റ്റോക്കുകൾ അതിൽ ഷെയർ ചെയ്യാറുണ്ട്, അതിൽ വരുന്ന ട്രേഡും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് പോയിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ടോപ്പ് സ്റ്റോക്ക് റിസർച്ച് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോകണം. അപ്പോൾ ഗൂഗിളിൽ അത് സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ ഇത്രയും വെബ്സൈറ്റ് വരും. ഇതിൽ ആദ്യം കാണുന്ന ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു സിമ്പിളുള്ള TSR എന്ന് പറയുന്ന സിമ്പിളുള്ള ആ ഒരു വെബ്സൈറ്റാണ് നമ്മുടെ വെബ്സൈറ്റ്. അപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ആക്ച്വലി ഈ ഒരു വെബ്സൈറ്റിലുണ്ട്. ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ചിട്ട് പറയാൻ തന്നെ ഒരു 3-4 വീഡിയോസ് ആക്ച്വലി ആവശ്യമുണ്ട്. കാരണം ഒരുപാട് സ്ക്രീനേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് ഈ ചാർട്ടിങ് പോലൊക്കെയുള്ള ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് വെബ്സൈറ്റ് അവൈലബിൾ ആണ്. ഞാൻ ഈ ഒരു വെബ്സൈറ്റ് എടുത്തു എന്ന് വിചാരിച്ചിട്ട് ഇത് ബെസ്റ്റ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ആണെന്നുള്ള രീതിയിൽ കണക്കാക്കേണ്ട ആവശ്യമില്ല. ഞാൻ റാൻഡമായിട്ടൊരു വെബ്സൈറ്റ് എടുത്തുന്നുള്ളൂ. ഇപ്പോൾ ഇതുപോലെ നല്ല നല്ല സ്ക്രീനർ അവൈലബിൾ ആയിട്ടുള്ള പ്രീമിയത്തിലുള്ള വെബ്സൈറ്റുകളുണ്ട്, ഫ്രീ ആയിട്ടുള്ള വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ ഇത് ഫ്രീ ആയിട്ടുള്ളതായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇത് കാണിച്ചത്. കാരണം പിന്നെ കുറച്ചുകൂടെ സിമ്പിളാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബേസിക്കലി ഇത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെബ്സൈറ്റിലുള്ളത് റെഡിമെയ്ഡ് ആയിട്ടുള്ള കുറേ സ്ക്രീനറുകളാണ്. അപ്പോൾ നമുക്ക് വേണ്ട ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ ആ സ്ക്രീനറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വേണ്ട സ്റ്റോക്കുകളൊക്കെ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ കുറേ സ്റ്റോക്കുകൾ ഉണ്ടാവും, പക്ഷേ അതിൽ നിന്ന് പിന്നെ നമ്മുടെ ഒരു സ്കില്ല് വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് എടുക്കുന്നത്. പക്ഷേ നമുക്ക് പെട്ടെന്ന് കുറച്ച് സ്റ്റോക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പല പാറ്റേൺ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവും. അതായത് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഉണ്ട്, അല്ലെങ്കിൽ ഡബിൾ ടോപ്പ് ഉണ്ട്, ഡബിൾ ബോട്ടം ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഫോർമേഷൻസ് ഒക്കെ വന്നിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇതിൻ്റെ താഴെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്ക്രീനറുകളും ഓവർബോട്ട് ഏരിയ, ഓവർ സോൾട്ടിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ, അങ്ങനെ പല സ്ക്രീനറുകളിൽ അവൈലബിൾ ആണ്. ഞാനത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെയുള്ള അതൊക്കെ എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോസ് വരും ദിവസങ്ങളിൽ ഞാൻ ചെയ്യാം. ഞാൻ ഇന്ന് തൽക്കാലം നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേ ടൈം ഫ്രെയിമിൽ ഉള്ള ഒരു 1-2 സ്ക്രീനറിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ നമ്മൾ പോകുന്ന സ്ക്രീനർ എന്ന് പറയുന്നത്, നമുക്കിവിടെ ഈ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ക്രീനേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പം ക്യാൻഡിൽ സ്റ്റിക്കിനെ ബേസ് ചെയ്തിട്ട് ഇപ്പം ബുള്ളിഷ് എൻകുൽഫിംഗ് പാറ്റേണിൽ വന്നിട്ടുള്ള സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ ഹാമർ വന്നിട്ടുള്ള സ്റ്റോക്കുകൾ, അങ്ങനെ പലതരത്തിൽ ക്യാൻഡിൽസിനെ ബേസ് ചെയ്തിട്ടുള്ള ഫോർമേഷൻ സ്ക്രീനറുകളുണ്ട്. നമ്മൾ പോകുന്നത് ചാർട്ട് പാറ്റേൺസിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ സ്വിങ്ങിനാണല്ലോ ചെയ്യുന്നത്. അപ്പം ആദ്യം ഗൂഗിളിൽ ഇത് ഓപ്പൺ 1 മിനിറ്റ് കൊണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് പറഞ്ഞുതരാം. ഗൂഗിളിൽ ഓപ്പൺ ചെയ്യുക, ഈ വെബ്സൈറ്റ് അടിക്കുക, വെബ്സൈറ്റിൽ പോയിട്ട് ചാർട്ട് പാറ്റേൺസ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിൽ പോയിട്ട് പോപ്പുലർ ചാർട്ട് പാറ്റേൺസ് എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒരുപാട് പാറ്റേൺസ് വരും. ഞാൻ സാധാരണ ചെയ്യാറ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ആണ് ഞാൻ കൂടുതൽ എടുക്കാറ്. തൽക്കാലം വേറെയും എടുക്കാറുണ്ട്, ഡബിൾ ടോപ്പും ഡബിൾ ബോട്ടം ഒക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഹെഡ് ആൻഡ് ഷോൾഡർ കുറച്ചും കൂടെ പെട്ടെന്നുള്ള റിസൾട്ട് നമുക്ക് തരാറുണ്ട്. എനിക്കങ്ങനെ ആണ് എൻ്റെ എക്സ്പീരിയൻസിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് തൽക്കാലം എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഹെഡ് ആൻഡ് ഷോൾഡർ എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ബെയറിഷ് പാറ്റേൺസ് ഉണ്ട്, ബുള്ളിഷ് പാറ്റേൺസ് ഉണ്ട്. ഞാൻ ആദ്യം ബെയറിഷ് പാറ്റേൺസ്, ബുള്ളിഷ് പാറ്റേൺസ് എന്നുള്ളത് നമ്മുടെ മൈൻഡിലോട്ട് എടുക്കണ്ട. നിങ്ങൾ ആ ചാർട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ബെയറിഷ് ആണ് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കൺഫേം ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഹെഡ് ആൻഡ് ഷോൾഡർ കാണുന്നുണ്ട്. അപ്പോൾ അത് ഡെയിലി ഈ ഭാഗത്ത് ഈ ബ്ലൂവിൽ കാണുന്നതൊക്കെ ടൈം ഫ്രെയിമാണ്. നമുക്ക് ഡെയിലി ഉണ്ട്, ഡെയിലി ലൈവ് എന്ന് പറയുന്നത് ഡെയിലി ടൈം ഫ്രെയിമാണ്. പിന്നെ വീക്കിലി ഉണ്ട്, മന്ത്ലി ഉണ്ട്, 5 മിനിറ്റ്സിൻ്റെ 10 മിനിറ്റ്സിൻ്റെ, അങ്ങനെ പല ടൈപ്പ് ടൈം ഫ്രെയിമുകൾ അവൈലബിൾ ആണ്. നമ്മൾ ഡെയിലിയിലാണ് നോക്കുന്നത്, കാരണം നമ്മൾ സ്വിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഹെഡ് ആൻഡ് ഷോൾഡറിൽ ഡെയിലി ലൈവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഏകദേശം 5 സ്റ്റോക്കുകൾ കിട്ടി. അപ്പോൾ ഇതിൽ റാൻഡമായിട്ട് ഈ സ്റ്റോക്കുകളൊക്കെ ഓൾമോസ്റ്റ് ഹെഡ് ആൻഡ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കും. പക്ഷേ ഇത് ഓട്ടോമാറ്റഡ് ആയിട്ട് അപ്ഡേറ്റ് ആവുന്ന ലിസ്റ്റാണ്. അതായത് ഇത് കറക്റ്റായിട്ടുള്ളൊരു വാല്യൂ കൊടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള വാല്യൂ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഓട്ടോമാറ്റഡ് ആയിട്ട് വരുന്ന സ്റ്റോക്കുകളായതുകൊണ്ട് ചിലപ്പോൾ എല്ലാ സ്റ്റോക്കും പ്രോപ്പർ ആയിട്ടുള്ള ഹെഡ് ആൻഡ് ഷോൾഡർ ആവണമെന്നില്ല. അപ്പോൾ 5 സ്റ്റോക്കിൽ ചിലപ്പോൾ 2-3 സ്റ്റോക്ക് ആയിരിക്കും പ്രോപ്പർ ആയിട്ടുള്ളത് ഉണ്ടാവുക. ബാക്കി 2 ചിലപ്പോൾ എററായിട്ടൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഓരോന്നും ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു സീ മീഡിയ എന്ന് പറഞ്ഞ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും സീ മീഡിയൻ്റെ ചാർട്ട് നോക്കാം. ഇനി ഇതിൽ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രോക്കറുടെ വെബ്സൈറ്റിലേക്ക് പോവാം. സീ മീഡിയ എന്നുള്ളത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചാർട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ കാണുന്ന സ്റ്റോക്കുകളൊക്കെ
ഓക്കെ, ഇതിൽ നമുക്ക് ചാർട്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമേഷൻ കണ്ടോ, ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇതാണ് ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ആ ഒരു ഫോർമേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ കാണിക്കുന്നത് ഇത് ബാരിഷ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ബാരിഷ് ആയിട്ടുള്ള പാറ്റേൺ മീൻസ് ഇത് ഇനി താഴോട്ട് പോകുമെന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഏകദേശം ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് പോയാൽ വലിയ ഫോളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഈ 10 രൂപ എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പം ഇതിപ്പോൾ നമുക്ക് ബാരിഷ് ആയിട്ടുള്ള സ്റ്റോക്കാണ് ഇങ്ങനെ നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ബുള്ളിഷായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞത് ഇതാണ്. ഇപ്പം ഇവിടെ നമുക്കൊരു സ്റ്റോക്ക് സെലക്ഷൻ നടന്നു കഴിഞ്ഞു. ഓക്കെ, ബാരിഷ് ആയിട്ടുള്ളൊരു ഫോർമേഷൻ ഇത് കണ്ടിട്ടും എനിക്ക് ബാരിഷ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഫോർമേഷൻ ആണ്. അപ്പോൾ ഇതാണ് ഒന്ന്. ഇത്തരത്തിൽ ഒരുപാട് എന്താ പറയുക സ്റ്റോക്കുകൾ വേറെ ഉണ്ട്. 5 സ്റ്റോക്കുകൾ ഓൾമോസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഓരോന്നും എടുക്കുക. എന്നിട്ട് നമ്മുടെ ചെറിയ രീതിയിലുള്ള നമ്മുടെ ഒരു അനാലിസിസ് കൂടെ നടത്തിയതിന് ശേഷം നമുക്ക് സ്റ്റോക്ക് ഇപ്പോൾ ഞാൻ ബുള്ളിഷ് ആയിട്ടുള്ള ഒന്നും എടുക്കാം. ഞാൻ അതുകൊണ്ടാണ് അത് കൂടുതലായിട്ട് പറയുന്നത്. ബുള്ളിഷ് ആയിട്ടുള്ള ഹെഡ് ആൻഡ് ഷോൾഡർ, റിവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ഡെയിലിയിൽ തന്നെ എടുക്കുകയാണ്. ഏത് സ്റ്റോക്ക് എടുക്കും, നമുക്ക് ഏതിലാണ് പ്രോപ്പറായിട്ടില്ല വന്നിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഇതാണ് തോന്നുന്നു, ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നമുക്ക് ഇങ്ങനൊരു ഹെഡ് ആൻഡ് ഷോൾഡർ. ഇത് ബുള്ളിഷ് ആണെന്നാണ് ആ വെബ്സൈറ്റ് പറയുന്നത്. പക്ഷേ എനിക്കും തോന്നുന്നത് ബുള്ളിഷ് ആണെന്ന് തന്നെയാണ്. ഈ ഒരു ക്യാൻഡിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഔട്ടും കൂടെ കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് കൺഫേം ആവും. അത് കൺഫേം ആയി കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ലെവൽ വരെ എത്താം. അതായത് 174 വരെ പോകാം. ഇപ്പോൾ ഈ സ്റ്റോക്ക് നിൽക്കുന്നത് 154 174 അടുത്ത റെസിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നമുക്കൊരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമേഷനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അത്രയും പോയിൻ്റ് മൂവ്മെൻറ്റ്സ് വരാം. അത് ഓൾമോസ്റ്റ് എത്ര പോയിൻ്റാണ്, ഓൾമോസ്റ്റ് 12% മൂവ്മെൻറ്റ് ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊരു റിവേഴ്സൽ പാറ്റേൺ ആണ്. നമ്മൾ കുറച്ചുകൂടെ വലിയ ടൈം ഫ്രെയിമിലിട്ട് നോക്കുമ്പോഴും ഇതിൽ നല്ലൊരു റിവേഴ്സൽ കാണിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും താഴോട്ട് വന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് റിവേഴ്സലിലേക്കുള്ളൊരു ഫോർമേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ 170 ഈ ഒരു ലെവലിലേക്കാണ് നമ്മുടെ ടാർഗറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇത് ഈ ഒരു വെബ്സൈറ്റിലുള്ള ഒരു ചെറിയ ഒരു ടെക്നിക്ക്, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതല്ലാതെ ഒരുപാട് പാറ്റേൺസ് ഇതിലുണ്ട്. ഇപ്പോൾ ഈ സ്ക്രീനേഴ്സിൽ തന്നെ ട്രിപ്പിൾ ബോട്ടം, ട്രിപ്പിൾ പൊട്ടൻഷ്യൽ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. റിവേഴ്സൽ സിഗ്നൽസ് ഉണ്ട്. പിന്നെ ഫിനാൻഷ്യൽ സ്ക്രീനറിൽ വരുന്നത് കുറച്ചുകൂടെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ് ഇതിൽ വരുന്നത്. അങ്ങനെ സ്ക്രീനർ വരുന്നുണ്ട്. ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ ബുള്ളിഷ് സ്ക്രീനേഴ്സ് ഉണ്ട്, ബാരിഷ് ആയിട്ടുള്ള സ്ക്രീനേഴ്സ്, കൺസോൾട്ടേഷൻ. ബുള്ളിഷ് സ്ക്രീനേഴ്സിൽ എനിക്ക് തോന്നുന്നു ബുള്ളിഷ് മർബൂസു വരുന്നുണ്ട്, ഹാമർ വരുന്നുണ്ട്. അതൊക്കെ റിവേഴ്സലിൻ്റെ സിഗ്നലാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സ്ക്രീനർ ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസുകൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തറിയിക്കുക. ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ വീഡിയോസിന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും താഴെ ഞാൻ ഓൾറെഡി ഇന്നലെ ചെറിയ രീതിയിലൊരു സൈക്കോളജി ടൈപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് ആളുകൾ അതിൽ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ടെക്നിക്കൽസും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾ അറിയിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ട് തന്നെയാണ് ഞാൻ വേറെ വീഡിയോസ് വേറെ കോണ്ടൻറ്റുകൾ ചെയ്യാറ്. കാരണം നിങ്ങൾ കൂടുതൽ ആളുകൾ ഇത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലല്ലേ ഞാൻ വെറുതെ ചെയ്തിട്ട് കാര്യമുള്ളൂ. എല്ലാവർക്കും താല്പര്യമുണ്ട്, നല്ല രീതിയിലുള്ള റെസ്പോൺസ് എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ റെസ്പോൺസ് താഴെ അറിയിക്കുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ ആ റെസ്പോൺസിനനുസരിച്ചുള്ള കൂടുതൽ വീഡിയോസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ അതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ റിക്വയർമെൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.